ഹായ് ഗൈസ്, പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ശ്രീനിവാസന് വക്കീൽ നോട്ടീസ് അയച്ചത് വേദയാണെന്ന് വിക്രമും അറിയുന്നുണ്ട്. ഇനി ശ്രീനിവാസൻ സാറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചോ എന്ന് ഗൗരവത്തോടെ വേദയോട് ചോദിക്കുന്നുണ്ട് വിക്രം. അയച്ചു എന്ന് വേദയും മറുപടി പറയുന്നു. എന്തിന് എന്ന് വിക്രം ചോദിച്ചപ്പോൾ, എൻ്റെ പണി അതല്ലേ, വക്കീൽ നോട്ടീസ് അയക്കുക, പറഞ്ഞ സമയത്തിനുള്ള മറുപടി തന്നില്ലെങ്കിൽ കേസ് നടത്തുക, എന്നാൽ പിന്നെ ആ തൊഴിലങ്ങ് നിർത്തേണ്ടി വരും എന്ന് വിക്രമും പറയുന്നുണ്ട്. ബുദ്ധിമുട്ടാണ് എന്ന് വേദയും പറയുന്നുണ്ട്. തെല്ല് ഗൗരവത്തോടെ തന്നെ അത് പറഞ്ഞു. വേദ, തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ നിൽക്കല്ലേ എന്ന് വിക്രത്തിന്റെ പറച്ചിലിന് എന്ത് ഡയലോഗാണ് സ്വാമി ഇത്, എവിടുന്ന് കിട്ടുന്നു ഇതൊക്കെ എന്ന് ആശ്ചര്യത്തോടു കൂടി തിരിച്ചു ചോദിക്കുന്നു. വേദ, ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് നീ വിചാരിച്ച പോലെയുള്ള ആളല്ല, വലിയ പുള്ളിയാ, നിന്റെ വലയിൽ ഒതുങ്ങില്ല, വിട്ടേക്ക് എന്ന്. അതിനൊരു കൂസലും കൂടാതെ വേദയും പറയുന്നുണ്ട്. വീണ്ടും പഞ്ച് ഡയലോഗാണല്ലോ സ്വാമി, എന്നാൽ അത് തിരിച്ചും പിടിച്ചോ. ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ നത്തോലിയെ കിട്ടിയിട്ട് എന്താ കാര്യം, തിമിംഗലം തന്നെ കൊത്തണ്ടേ സ്വാമി. എങ്ങനെയുണ്ട്, ഇതുപോലത്തെ രണ്ടെണ്ണം കൂടി പറയട്ടെ എന്ന്. ഒന്നുകൂടി, മാലയിട്ടാൽ കള്ളം പറയാൻ പാടില്ല. അന്ന് നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ച കേസിൽ അച്ഛൻ്റെ ബാഗിൽ ആ മയക്കുമരുന്ന് വെച്ചത് ശരിക്കും ആരായിരുന്നു എന്ന ചോദ്യത്തിന് വിക്രം അത്ഭുതത്തോടെ വേദയെ നോക്കി നിൽക്കുന്നുണ്ട്. വേദയെ നോക്കി അത്ഭുതത്തോടെ നിൽക്കുന്നുണ്ട്. അതോടെയാണ് പ്രമോ അവസാനിക്കുന്നത്. വിക്രത്തിന് അറിയാം, വേദ തുടങ്ങി വെച്ചാൽ പിന്നെ അവസാനം കണ്ടേ നിർത്തുള്ളൂ എന്ന്. ഈ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സംഭവബഹുലമായ എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.